ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിട്ടുള്ള നിരവധി വസ്തുതകൾ ദൈവവചനത്തിൽ ഉടനീളം നമുക്ക് ദർശിപ്പാൻ കഴിയുന്നുണ്ട്. യൂദാ എഴുതിയ ലേഖനത്തിലും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ദൈവസ്നേഹത്തിൽ സൂക്ഷിപ്പാൻ നാം ഓർക്കേണ്ടുന്ന പല കാര്യങ്ങൾ നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. പ്രസ്തുത പഠനത്തിൽ യൂദാ എഴുതിയ ലേഖനത്തെ അധികരിച്ചുള്ള 161 എപ്പിസോഡിലേക്ക് ദൈവനാമത്തിൽ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഓർക്കേണ്ടുന്ന പല കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ ലേഖനത്തിൽ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയുകയുണ്ടായി. അതിനോട് ചേർന്ന് നാം ഓർത്തു തുടങ്ങിയത് 22, 23 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങളാണ്. നമുക്ക് ആ വാക്യം ശ്രദ്ധിക്കാം. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവീൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പീൻ. ഇവിടെ സംശയിക്കുന്നവരായ ചിലരോട് കരുണ കാണിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം ഓർക്കേണ്ടുന്ന വിഷയമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ ആ സംശയിക്കുന്നവർ എന്നുള്ളതിൽ നാം ആദ്യം ഓർത്ത വിഷയം ദുരുപദേശങ്ങളിൽ പെട്ട് വലഞ്ഞു പോകുന്ന മനുഷ്യരെക്കുറിച്ചിട്ടാണ്. അവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, പക്ഷേ വിവിധമായിട്ടുള്ള ദുരുപദേശത്തിൻ്റെ കൊടുങ്കാറ്റിനാൽ അഴന്ന് ഉഴലുന്നവരായി ജീവിതത്തിൽ ആത്മീക കാര്യങ്ങളിൽ വല്ലാത്ത പരിതസ്ഥിതിയിലേക്ക് മാറ്റപ്പെടുന്നവരായി നമുക്ക് ഇക്കൂട്ടരെ കാണുവാൻ കഴിയുന്നു. അത് നാം ഓർത്തതാണ്. അവരോട് നാം എന്ത് ചെയ്യണം? ദൈവസ്നേഹത്തിൽ കരുണ കാണിക്കണം. ദുരുപദേശങ്ങളിലേക്ക് പോകാനുള്ള അനുവാദമല്ല, പ്രത്യുത അങ്ങനെയുള്ള ദുരുപദേശങ്ങൾ പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും കർത്താവ് തരുന്ന കൃപയ്ക്കനുസരിച്ച് അവരെ ശരിയായ പത്യോപദേശത്തിലേക്ക് വഴി നടത്തുവാൻ കർത്താവ് ഒരുക്കുന്ന അവസരങ്ങളിൽ അത് പ്രയോജനപ്പെടുത്തുകയും വേണം എന്നുള്ളതാണ് അവിടെ നമുക്ക് മറഞ്ഞു കിടക്കുന്ന വിഷയമെന്ന് പറയുന്നത്. എന്നാൽ സംശയിക്കുന്നവരായ ചിലർ എന്നുള്ളതിന് രണ്ടാമത് ഒരു തലം കൂടെ ഉണ്ട് എന്നുള്ളത് പറയാതിരിപ്പാനായിട്ട് നിവൃത്തിയുള്ളതല്ല. അതെന്താണ് ഈ രണ്ടാമത്തെ തലമെന്ന് പറയുന്നത്? അത് രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം വിശ്വസിക്കുവാൻ കഴിയാതെ അഥവാ ദൈവത്തിൻ്റെ പദ്ധതികളെ സംശയിച്ചുകൊണ്ട് രക്ഷിക്കപ്പെടാത്ത ആളുകൾ അനേകർ ഈ ലോകത്തിലുണ്ട്. ഇവരോട് തീർച്ചയായിട്ടും നാം ദൈവസന്നിധിയിൽ ദൈവസ്നേഹത്തിൽ ഇടപെടേണ്ടുന്നതും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവർക്ക് നൽകാവുന്ന ആത്മീകമായ പ്രചോദനം, ആത്മീകമായ വചനത്തിൻ്റെ പരിപോഷണം നാം നൽകുകയും ചെയ്യണം എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്ന വസ്തുതയാണ്. ആദ്യത്തെ കൂട്ടർ ദുരുപദേശങ്ങളിൽ പെട്ട് വലഞ്ഞ് ക്രിസ്തീയ ജീവിതം പരിതാപകരമായി തീരുമ്പോൾ രണ്ടാമത്തെ കൂട്ടരെ സംബന്ധിച്ച് ഓർക്കേണ്ടുന്ന വിഷയം അവർ വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ കഴിയാതെ സംശയിച്ചുകൊണ്ട് ദൈവകൃപയെ അനാദരിച്ച് നിത്യമായ നരകത്തിലേക്ക് യാത്ര ചെയ്യുന്നുവെന്നുള്ള ദുഃഖകരമായ സത്യമാണ്. അവരോട് കരുണ കാണിപ്പാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നശിച്ചു പോകുന്ന ആത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ പോരാ, അവർക്ക് പ്രാർത്ഥന മാത്രമല്ല, നമ്മാൽ ആവുന്നിടത്തോളം ദൈവവചനം പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്ന എല്ലാ സന്ദർഭങ്ങളും അതിനുവേണ്ടി കൃപയിൽ ആശ്രയിച്ച് ഉപയോഗിപ്പാൻ നമുക്ക് സാധിക്കണം. അത് തന്നെയുമല്ല പ്രിയമുള്ളവരെ, നമ്മുടെ സൽപ്രവൃത്തികളിലൂടെയും ജീവിതത്തിൽ കർത്താവിനെ ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ മാത്രമേ അവരെ നേടുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നാം ചിന്തിക്കുന്ന യൂദാ എഴുതിയ ലേഖനം 22, 23 വാക്യങ്ങൾ വായിക്കാം. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവീൻ, അത് തീർച്ചയായിട്ടും വേണം. പിന്നീട് തുടർന്ന് കേൾക്കുക, ചിലരെ
തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കണം. നിത്യമായ നരകത്തിലേക്ക് പോകുന്ന, നിത്യാഗ്നിയിലേക്ക് പോകുന്ന, ഒരിക്കലും തിരിച്ചു വരുവാൻ കഴിയാത്ത ദൈവത്തിൽ നിന്നുള്ള എന്നേക്കുമുള്ള വേർപാടിലേക്ക് പോകുന്ന, ഈ നിത്യാഗ്നിയിലേക്ക് പോകുന്ന ആളുകളോട് കരുണ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. തുടർന്ന് പറയുന്ന വിഷയം കൂടെ ശ്രദ്ധയോടെ കേട്ടാലും, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പീൻ. ആവർത്തിക്കുന്നു, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ ചെയ്യുവീൻ. രക്ഷിക്കപ്പെടാത്തവരുടെ ജീവിതം അത് ജഡത്താൽ കറ പിടിച്ച അങ്കിയാണ്. അർത്ഥാൽ അനേക പാപങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന, ദൈവസന്നിധിയിൽ അശുദ്ധമായിട്ടുള്ള ജീവിതമാണ് ഈ കൂട്ടർക്ക് ഉള്ളത്. രക്ഷിക്കപ്പെടാത്തവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് പ്രസാദകരമായ ജീവിതമല്ല. എന്നെ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ പാപത്തിന് പരിഹാരം വന്നിട്ടില്ലെങ്കിൽ, സന്നിധിയിൽ അത് കറ പിടിച്ച അങ്കിക്ക് തുല്യമാണ്. അതുകൊണ്ട് ഓർക്കുക, രക്ഷിക്കപ്പെടാത്തവരുടെ ജീവിതത്തിൽ പാപങ്ങളുണ്ട്. നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്, നാം ഭയത്തോടെ ചിലർക്ക് കരുണ കാണിക്കണം എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? അത് ദൈവഭയമുണ്ട്. അതുകൂടാതെ എൻ്റെ ജീവിതത്തിൽ ആ ദൈവഭയം ഉണ്ടാകുന്നു എന്നതിൻ്റെ അർത്ഥം, ഞാൻ അത്തരക്കാരോട് ഇടപെടുമ്പോൾ അവരാൽ സ്വാധീനിക്കപ്പെടരുത്. അവർ ചെയ്യുന്ന പാപങ്ങൾക്ക് ഞാൻ കൂട്ടാളിയായി തീരരുത്. ഞാൻ അവരെ നന്നാക്കാൻ പോയിട്ട് എൻ്റെ ജീവിതത്തിൽ അവരുടെ പാപങ്ങളുടെ കടന്നുകയറ്റമുണ്ടാകരുത്. കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവാത്മ ശരണപ്പെട്ടു വേണം നാം ഈ കാര്യം നിർവഹിക്കുവാനായിട്ട്. കർത്താവിൽ നാം ശരണപ്പെടുക, നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതിരിക്കുക, വിശുദ്ധമായ ജീവിതം നാം നയിക്കുക. ദൈവം അതിവിശുദ്ധനാണ് എന്ന് ഓർക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ സ്വർഗത്തിലെ ദൈവം തരുന്ന വലിയൊരു ഉത്തരവാദിത്വം വിശ്വാസികൾക്കുണ്ട്. അവർ തീർച്ചയായിട്ടും രക്ഷിക്കപ്പെടാത്തവരോട്, ജഡത്താൽ കറ പിടിച്ച അങ്കിയുള്ളവരോട് ദൈവസ്നേഹത്തിൽ ഇടപെടണം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അത് ഭയത്തോടെ വേണം ആ കരുണ കാണിക്കാൻ. എൻ്റെ ജീവിതത്തിൽ പാപം വരരുത്, എൻ്റെ ജീവിതത്തിൽ അവരുടെ പാപപ്രവൃത്തികൾക്ക് ഞാൻ കൂട്ടാളിയായി തീരരുത്. അതിന് ദൈവകൃപയിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടെ വേണം നാം തീർച്ചയായിട്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ശുശ്രൂഷ നിർവഹിക്കാനായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, സംശയിക്കുന്ന ചിലരോട് കരുണ ചെയ്യുവാൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പാൻ, ജഡത്താൽ കറ പിടിച്ച അങ്കിയുള്ള രക്ഷിക്കപ്പെടാത്തവരോട് ദൈവത്തിൻ്റെ വചനം പറയുവാൻ, ഒപ്പം അത് ഭയത്തോടെ നാം നിർവഹിക്കണമെന്നുള്ളതായിരിക്കുന്ന ചിന്ത ഓർമ്മയിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിപ്പാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ ചിന്തകളാൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുവാനും കർത്താവിന് വളരെ പ്രയോജനപ്രദമായ ജീവിതം നയിപ്പാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അങ്ങേ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.